കടത്തനാട്ടിൽ അന്യം നിന്ന് പോകുന്ന ആയോധന കലയായ ഒറ്റയും ചുഴിച്ചിലും കോൽക്കളി തിരിച്ചുപിടിക്കാൻ ഒരു കൂട്ടം കോൽക്കളി പ്രേമികളുടെ ശ്രമം. 6 പഞ്ചായത്തുകളിൽ നിന്നായി 18 പേർ ഒത്തുചേർന്ന കുറ്റ്യാടി ഒറ്റയും ചുഴിച്ചിലും കോൽക്കളി സംഘം രൂപീകരിച്ചു. രാജാവും ജന്മികളും നാടുഭരിച്ച കാലത്ത് കളരി പോലുള്ള ആയോധന മുറകൾ അഭ്യസിക്കാൻ സാധാരണക്കാരന് അവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ കലകൾ അഭ്യസിക്കുന്നതിൽ വിലക്കുമില്ല. കലയിലൂടെ ആയോധന മുറകൾ അഭ്യസിപ്പിക്കാൻ കോൽക്കളി കാരണവന്മാർ തിരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു കോൽക്കളിയിലൂടെ ആയോധന മുറകൾ അഭ്യസിപ്പിക്കുക എന്നുള്ളത്. കോൽക്കളിയും ആയോധനാഭ്യാസ മുറകളും ഒത്തുചേർന്നപ്പോൾ ഒറ്റയും ചുഴിച്ചിലും എന്ന കോൽക്കളി കലാരൂപം ഉണ്ടാവുകയായിരുന്നു. പണ്ടുകാലത്ത് കടത്തനാട്ടിലും എമ്പാട് ദേശത്തും ആഘോഷ പരിപാടികളിലെ പ്രധാന ഇനമായിരുന്നു കോൽക്കളി. എന്നാൽ ആധുനിക കാലത്ത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇത്. ഏറെ അഭ്യാസമുറകൾ ഉള്ളതിനാൽ ഇത് പഠിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ ആരും ഇതിന് മുന്നോട്ട് വരാതെയായി. ഒരു പഞ്ചായത്തിൽ ഒറ്റയും ചുഴിച്ചിലും അറിയാവുന്നവർ 1-2 പേർ മാത്രമായതോടെ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഇതിന് പരിഹാരം എന്നോണമാണ് കായക്കൊടിയിലെ കോൽക്കളി ആശാൻ ഗോവിന്ദൻ കുരുക്കൾ എന്നയാളുടെ ശിക്ഷണത്തിൽ ഒറ്റയും ചുഴിച്ചിലും പഠിച്ച വിവിധ പഞ്ചായത്തുകളിലുള്ള 18 പേർ ഒത്തുചേർന്ന സംഘം രൂപീകരിച്ചത്. മാസത്തിൽ 2 പ്രാവശ്യം 18 അംഗങ്ങളിൽ ഓരോരുത്തരുടെയും വീട്ടിൽ ഒത്തുചേർന്ന ഭാവി പരിപാടികൾ തീരുമാനിക്കുകയും കോൽക്കളി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. രാമായണത്തിലെ 12 സന്ദർഭങ്ങൾ പശ്ചാത്തലമാക്കി 1 മുതൽ 12 കളികളാണ് ഒറ്റയും ചുഴിച്ചിലും. 12 കളികൾക്കും പാട്ടും ചുവടുകളും വേറെയായിരിക്കും. ഇതുകൂടാതെ മറ്റു പാട്ടുകളുള്ള തച്ചോളി കളി, മാപ്പിളക്കളി തുടങ്ങിയവയും ഇതിനിടയിൽ കോൽക്കളി സംഘങ്ങൾ കളിക്കും. കാലങ്ങൾക്കിപ്പുറം ഗൃഹാങ്കണങ്ങളിൽ ഒറ്റയും ചുഴിച്ചിലിന്റെയും താളങ്ങൾ ഉയർന്നപ്പോൾ ചൂട്ടുതെളിച്ചു പോലും ഇന്നും കളി കാണാൻ ജനങ്ങൾ എത്തുന്നു എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നതായി കോൽക്കളി സംഘാടകർ പറഞ്ഞു. കടത്തനാട്ടിൽ ഒറ്റയും ചുഴിച്ചിലും എന്ന കളി അന്യം നിന്ന് പോകുന്ന കലയാണ്. അത് പഠിപ്പിക്കുന്ന കുരുക്കന്മാരും ദുർലഭമുള്ളൂ. അതിൻ്റെ ഒറ്റയും ചുഴിച്ചിലും നിലനിർത്തി പോരേണ്ടിയിട്ട് ഞങ്ങൾ മുന്നേ പഠിച്ച ആൾക്കാർ, പല പ്രദേശത്തുള്ള ആൾക്കാർ ഒരു കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ഒരു സംഘം രൂപീകരിക്കുകയും ഈ മാസത്തിൽ 2 പ്രാവശ്യം ഓരോ വീടുകളിൽ കളി അവതരിപ്പിക്കാനും പുതിയ കളി പരിശീലിപ്പിക്കാനും. ഒറ്റയും ചുഴിച്ചിലും എന്ന കളി പുതിയ തലമുറകൾ പഠിക്കാൻ വരാത്തത് കൊണ്ട് ഞങ്ങൾ പഴയ തലമുറകൾ തന്നെ പല ഗുരുക്കന്മാരുടെ കീഴിലും പരിശീലിപ്പിച്ച ആൾക്കാരാണ് ഒത്തുകൂടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റിലത്തെ ഞങ്ങൾ കായക്കൊടി ഗോവിന്ദൻ കുരുക്കൾ, ഒറ്റയും ചുഴിച്ചിലും കുരുക്കളായ ഗോവിന്ദൻ കുരുക്കളെ വീട്ടിൽ വെച്ചിട്ട് ഒരു ആലോചന യോഗം ചേരുകയും അതിൽ 18ഓളം പേർ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം കൂടിച്ചേരാനും ഓരോ വീടുകൾ കൂടിച്ചേരാനും അവിടെ കളി പരിശീലിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു സംഘം നിലക്കാണ് പോകുന്നത്. ഒരു 100 റുപ്യ പരിസംഖ്യ എന്നുള്ള രൂപത്തിൽ വെച്ച് അത് സാമ്പത്തികമല്ല മെയിനായിട്ട് ഈ കളിയെ മുൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് താല്പര്യപ്പെടുത്തുന്നത്. ഇത് ആയോധന കലയായിട്ട് സാമ്യമുള്ളതാണ് കളി. ഇതിന് വേണ്ടിയ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഒരു പ്രോത്സാഹനവും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ട് തോന്നുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള എല്ലാ പ്രോത്സാഹനവും നാട്ടുകാരുടെ പ്രോത്സാഹനവും പുതിയ തലമുറ ഇതിലേക്ക് ഇറങ്ങി വന്നാൽ ഉള്ള ഒരു മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള തോന്നുന്നുണ്ട്, വിശ്വാസമുണ്ട്. 50 വർഷം മുമ്പേ കളി പഠിച്ചതാണ്. ഇന്നും അത് ഏറെ ആവേശത്തോടെ കളിക്കാൻ കഴിയുന്നതായി ഇന്ത്യയിലെ അറിയപ്പെടുന്ന മജീഷ്യനായ നാണു കുറ്റ്യാടി പറഞ്ഞു. ഒറ്റയും ചുഴിച്ചിലും ആയോധന കല തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് കുറ്റ്യാടി സംഘത്തിന്റെ പ്രതീക്ഷ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാരും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും ഗുരുക്കന്മാർ ആവശ്യപ്പെടുന്നു. ഉദ്ദേശം ഇത് അന്യം നിന്ന് പോകുന്ന ഒരു കലയാണ്, ഒരു ആയോധന കല എന്ന് തന്നെ പറയുക. ഇത് അഭ്യാസ കളരീൻ്റെ വേറൊരു വിഭാഗമാണ് കോൽക്കളി. ഇത് ശരീരത്തിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു കളിയാണ്. കളിയിൽ കൂടി ശരീരത്തിന് ഗുണം ചെയ്യുന്നത്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു മറ്റ് കളരിയിൽ സാധാരണ കളരിപ്പയറ്റിൽ ഈ ഉഴിച്ചലുണ്ട്. ഉഴിച്ചൽ നടത്തുന്ന ഒരു 7 ദിവസം ഉഴിഞ്ഞ ഒരു ഗുണം ഒരു 2 ദിവസം കോൽക്കളി കളിച്ചാൽ ഉണ്ടാവും. ശരീരത്തിന് എല്ലാ നാഡീ ഞരമ്പുകളും വലിഞ്ഞു പിടിച്ച് അതിൻ്റെ എല്ലാം എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് കിട്ടുന്ന ഒരു ആയോധന കലയാണ്. ഞാൻ ചെറുപ്പത്തിലേ കളിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ
ഞാൻ ആദ്യം പഠിച്ചത് നാട്ടുകളിയാണ്, പിന്നെ പഠിച്ചത് പിന്നെ രാജസൂയം, പിന്നെയാണ് ഗോവിന്ദൻ കുരിക്കള കീഴിൽ ഈ ഒറ്റയും ചുഴിച്ചലും എന്ന് പറഞ്ഞ കളി പഠിക്കുന്നത്. ഇത് ഒരുപാട് കൊല്ലം മുമ്പ്, ഒരു 10-50 കൊല്ലം മുമ്പ് പിന്നെ പഠിച്ചതാണ്. ഇന്ന് ഇത് പിന്നെ കളിക്കാൻ പറ്റില്ല, എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ചതാണ്. കളിയിൽ നിന്ന് നോക്കുമ്പോൾ അത് പിന്നെ ശരിക്ക് ഉള്ളിൽ നിന്നിങ്ങോട്ട് വരുന്നുണ്ട്. അത് ഇതിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. ഏതായാലും ഞങ്ങളൊരു തീരുമാനം എടുത്തത് എവിടെയെങ്കിലും ഒരു കളരി ഇട്ടിട്ട് ഈ ഒറ്റയും ചുഴിച്ചലും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് കളി. കോൽക്കളിയിൽ ഏറ്റവും ആളുകൾക്ക് ആകർഷണം തോന്നുന്ന ഒരു കളിയാണ് ഈ ചുഴിച്ചൽ. മറ്റ് രാജസൂയലുണ്ട് എങ്കിലും ഇതാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളി. ഇത് ഏറ്റവും സ്പീഡിലാണ് ഇത് കളിക്കുന്നത്, വലിയ സ്പീഡിൽ. ഇതുവരെയും കളി ഇത് അകന്നു പോയി നിന്നു. അപ്പം വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇത് കളി സെറ്റാക്കി വരുന്നുണ്ട്. നമ്മളെ അച്ഛൻ ഇതിന് മുമ്പേ ഒരു കുരിക്കളാണ്, അപ്പോൾ അച്ഛൻ്റെ കീഴിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ സഹായവും കൂടി ഞങ്ങൾക്ക് വേണം. തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ആവേശം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ള ആണ് നമ്മളെ താല്പര്യങ്ങൾ എല്ലാവരും. ഒന്ന് കുറച്ച് റിസ്ക് ഉണ്ട് സംഗതി. ചോദിച്ചാലെന്നെല്ലാം പറഞ്ഞാൽ ഇതിൻ്റെ കാല് പാട്ടും ഇളത്താളം കോലടിയെല്ലാം ഒരുപോലെ തന്നെ വരണം, എന്നാലാണ് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാനാവും. സാധാ മറ്റുള്ളൊരു കോൽക്കളി പോലെയുള്ള ഒരു കളിയല്ല ഇത്. എല്ലാ പാട്ടും കോലും കാലും ഒക്കെ ഒത്തുചേർന്ന് കൊണ്ടുപോയാലാണ് ഈ കളി പഠിച്ചെടുക്കാനാവും. അവിടെ